ഹലോ വ്യൂവേഴ്സ്, മേരാ പ്രിയ ദർശകോ, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇതുപോലുള്ള സിമ്പിളായ നമുക്ക് എങ്ങനെ സംസാരിക്കാം. ഇംഗ്ലീഷ്, ഹിന്ദി ആൻഡ് മലയാളം നമുക്ക് എങ്ങനെ നോക്കാം. ഓരോ ടിപ്സുകൾ ഞാൻ ഇതിനു മുമ്പ് തന്നിരുന്നു. നമുക്ക് കുറേ ചിലപ്പോൾ വീണ്ടും ആവർത്തിക്കും കേട്ടോ, കാരണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ്. Again, what I tell you, again I repeat it, because some things before I gave you, because you should have to know about it. What is it? मेरा प्रिय दर्शकों, मैं पूरा हिंदी में, अंग्रेज़ी में और मलयालम में पूछता है आप लोग के लिए. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി പറയാം. ഇപ്പോൾ നമ്മൾ ചോദിക്കണം ഒരാളുടെ അടുത്ത്, നിങ്ങൾ ബസ്സിൽ പോയോ, ബസ്സിന് പൈസ എത്രയായി എന്നൊക്കെ ചോദിക്കാം അല്ലേ. അപ്പോൾ ചോദിക്കുമ്പോൾ ക്യാ, ഇപ്പോൾ ഹിന്ദിയിലാണ് ക്യാ ആപ്പ് ബസ് മേ ജാത്തി ഹൈ ക്യാ ചോദിക്കും. അല്ലെ ബസ്സിലാണോ പോയത്, എന്താ എന്ന് ചോദിക്കാം. ആർ യു ഗോയിങ് ഇൻ ദി ബസ് ഓർ സംതിങ്? യാ, ഐ എം ഗോയിങ് ഇൻ എ ബസ്. ഇറ്റ്സ് ഓൺലി വാട്ട് ഐ ടെൽ യു, ഇറ്റ്സ് ലോ ചാർജ് ഇൻ ബസ്. അപ്പോൾ പറയാണ് എന്താണ് ബസ്സിലാണ് പോയത്, കുറഞ്ഞ ചാർജുള്ളൂ എന്തെല്ലാം പറയുന്നു അല്ലേ. ഇപ്പം എങ്ങനെ വേണമെങ്കിലും പറയാം. നമുക്ക് ബസ്സിൽ പോകുമ്പോൾ കുറച്ച് പൈസ വരും. പിന്നെ നമുക്കറിയാം വാട്ടർ അല്ലേ, വാട്ടർ വേസ്, ലോട്ട് ഓഫ് വാട്ടർ വേസ് ഇൻ കേരള, ഇൻ ഇന്ത്യ, ഇൻ കേരള സ്റ്റേറ്റ്. അതൊരു വളരെ കുറവാണ്. നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, വളരെ പൈസ വളരെ കുറവാണ് വാട്ടർ വേസിൽ. അപ്പോൾ അരിക്കാൻ കിടക്കണില്ല, എന്താവട്ടെ. അപ്പോൾ എന്നെ അങ്ങനെ ചോദിച്ചു. അതുപോലെ ഇനി അടുത്ത ചോദ്യം അയാളടുത്ത് ചോദിക്കണം, വേർ ആർ യു ഫ്രം? ഇതിനു മുമ്പ് പറഞ്ഞ ചോദ്യം കേട്ടോ, എന്നാലും ഒന്നും കൂടി ആവർത്തിക്കുക. ആപ്പ് കബ് സെ ആ രഹേ ഹൈ, കിധർ സെ? അപ്പോൾ അതിന് പറയണോ, മേം ബംഗാൾ മേ ആ രഹി ഹൂം. അല്ലേ, ഞാൻ ബംഗാളിൽ നിന്നാണ് വന്നത്. ഐ ആം ഫ്രം ബംഗാൾ. ഇറ്റ്സ് ഇൻ യു നോ, ഇറ്റ്സ് എ സ്റ്റേറ്റ് ഇൻ കേരള, ബംഗാൾ. ദാറ്റ്സ് വാട്ട് ഐ ആം ടെല്ലിങ് യു, ഇറ്റ്സ് എ സ്റ്റേറ്റ് ഇൻ കേരള. Not, sorry, I forgot. State in India. Kerala is not a state, it's only a state in India. Anyway, അപ്പോൾ അങ്ങനെ അവർ പറയണു. അതുപോലെ ക്യാ കർത്തേ ഹോ, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കും അല്ലേ. വാട്ട് ആർ യു ഡൂയിങ്? ഐ ആം ആൻ അഗ്രികൾച്ചറിസ്റ്റ്, ഞാനൊരു കർഷകനാണ് എന്ന് പറയാം അല്ലേ. ആൻ അഗ്രികൾച്ചറിസ്റ്റ്, ദാറ്റ്സ് വൈ. അപ്പോൾ ഞാനൊരു അഗ്രികൾച്ചറിസ്റ്റാണെന്ന് പറഞ്ഞാൽ ഒരു കർഷകനാണ് എന്ന് പറയാം. ആപ്കോ ക്യാ, ആപ്കോ ആപ്കാ പരിവാർ കിധർ സെ രഖ്തി ഹെ, നിങ്ങളുടെ കുട്ടികൾ, കുടുംബം എവിടെയാണ് താമസിക്കുന്നത്? അപ്പോൾ ചോദിക്കുകയാണ്. അപ്പോൾ ചോദിച്ചു. അപ്പോൾ അതിന് പറയാം, മേരാ പരിവാർ ഉധർ സെ ബംഗാൾ മേ രഖ്തി, എൻ്റെ കുടുംബമൊക്കെ ബംഗാളിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവർ ഫാമിലീസ് ലിവിങ് ഇൻ ബംഗാൾ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കുടുംബം ബംഗാളിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഈ കാര്യങ്ങൾ ഇങ്ങനെ എന്താ പറയുക, സിമ്പിളായിട്ടുള്ളതാണ്. ചെറിയ കുട്ടികൾക്ക് വരെ പഠിക്കാൻ പറ്റിയ ഒരു കാര്യമാണത്. ഞാൻ ഒന്നുകൂടി ഓർമ്മിക്കുകയാണ്. എൻ്റെ ലിങ്ക് സ്റ്റെപ്പ് അപ്പ് വിത്ത് ഇംഗ്ലീഷ്, പ്രകാശ് TK മേനോൻ, അതായത് യൂട്യൂബിൽ കേട്ടോ. അതുപോലെ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം സ്റ്റെപ്പ് അപ്പ് വിത്ത് ഇംഗ്ലീഷ് 108, അത് ഫോളോ ചെയ്യാം. മറ്റേ യൂട്യൂബിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാൻ കൂടുതൽ ഇനി നീട്ടുന്നതിന് ഇനിയും നമുക്ക് കുറച്ച് നോക്കാം. ഓരോ ദിവസം ഞാൻ തരാതെ. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, കൺഫ്യൂഷൻ മാറി കിട്ടും വളരെ എളുപ്പത്തിൽ. ഞാൻ വീണ്ടും ആവർത്തിക്കാൻ, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ 3 ഭാഷകൾ നിങ്ങൾക്ക് വശ്യമായി കൈകാര്യം ചെയ്യാൻ കഴിയും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ ഉറപ്പാക്കണം, അത്രേ വേണ്ടത്. അതുപോലെ നമ്മൾ പറയുകയാണ് ഇപ്പോൾ, ക്യാ തും ഇധർ കേരള സെ ആത്തെ ഹെ, ആഫ്റ്റർവേർഡ്സ്